ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 6 വസന്ത് പാഠ്യപുസ്തകത്തിലെ പാർ നസർ കെ എന്ന അധ്യായമാണ് വായിക്കാൻ പോകുന്നത്. എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കൂടെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. പാർ നസർ കെ വ ഏക് സുരംഗ്നുമാ രാസ്ത था. ഒരു തുരങ്കത്തിലൂടെ പോയേണ്ട ഒരു വഴിയായിരുന്നു അത്. आम आदमी के लिए इस रास्ते से होते हुए जाने की मनाही थी, लेकिन छोटू ने एक दिन अपने पापा का सिक्योरिटी पास लिया और जा पहुंचा सुरंग में. फिर क्या हुआ? അപ്പോൾ സാധാരണ ആൾക്കാർക്ക്, അതായത് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കല്ലാതെ സാധാരണ ആൾക്കാർക്ക് ആ വഴിയിലൂടെ, ആ തുരങ്കത്തിലൂടെയുള്ള ആ വഴിയിലൂടെ പോകുന്നത് അത് അവിടെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. മനാഹി എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ. ലേക്കിൻ छोटू ने एक दिन अपने पापा का സെക്യൂരിറ്റി പാസ് ലിയാം. ചോട്ടു എന്താ ചെയ്തത്? അച്ഛൻ്റെ സെക്യൂരിറ്റി പാസ് എടുത്തിട്ട് അവിടെ എത്തി, സുരംഗത്തിൻ്റെ അവിടെ എത്തി. പിന്നെന്തു പറ്റി? ചോട്ടു കിത്നി ബാർ കഹാ ഹൈ തുംസെ കി ഉസ് തരഫ് മത് ജായാ കറോ. എത്ര പ്രാവശ്യം പറയണം അവിടെ പോകരുത് എന്ന്. ഫിർ പാപ്പ ക്യൂ ജാത്തേ ഹൈ ഉസ് തരഫ് റോസ് റോസ്. പിന്നെന്തിനാ അച്ഛൻ പോകുന്നേ അവിടെ എന്നും എന്ന് മോൻ ചോദിച്ചു. അത് അമ്മയായിരുന്നു. പാപ്പാക്കു കാം പർ ജാനാ ഹോത്താ ഹൈ. അച്ഛൻ ജോലിക്ക് പോകണ്ടേ എന്ന് ചോദിച്ചു അമ്മ. रोज़ाना यही वार्तालाप हुआ करता था छोटू की माँ और छोटू के बीच. അപ്പോൾ അമ്മയും ചോട്ടുവും തമ്മിൽ എപ്പോഴും ഇതേ സംഭാഷണമാണ് എപ്പോഴും സംഭവിക്കാറ്. ഉസ് तरफ एक सुरंगनुमा रास्ता था और छोटू के पापा इसी सुरंग से होते हुए काम पर जाया करते थे. അപ്പോൾ ഒരു സൈഡിൽ എന്തായിരുന്നു? തുരങ്കമുള്ള ഒരു ഹോളിലൂടെ ഒരു വഴി ഉണ്ടായിരുന്നു. അപ്പോൾ छोटू के पापा, ചോട്ടുവിൻ്റെ അച്ഛന് ഇതേ തുരങ്കത്തിലൂടെയാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആം ആദ്മിക്ക് ലിയേ ഇസ് രാസ്തേ സെ ജാനെ കി മനാഹി തി. സാധാരണ ആൾക്കാർക്ക്, വെറും ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് മാത്രമേ അതിലൂടെ പോകാനുള്ള അനുവാദമുണ്ടായിരുന്നുള്ളൂ. സാധാരണക്കാർക്ക് പോകുന്നത് അവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരുന്നു അല്ലേ. ചന്ദ് ചുനിന്ദ ലോഗ് ഹി ഇസ് സുരംഗ്നുമാ രാസ്തേ കാ ഇസ്തേമാൽ കർ സക്തേ थे और छोटू के पापा इन्हीं चुनिंदा लोगों में से एक थे. ചന്ദ് ചുനിന്ദ എന്ന് പറഞ്ഞാൽ, ചന്ദ് എന്ന് പറഞ്ഞാൽ കുറച്ച്, ചുനിന്ദ എന്ന് പറഞ്ഞാൽ സെലക്റ്റഡ് ആൾക്കാർ അല്ലേ. ചുനിന്ദ ലോഗ് എന്ന് പറഞ്ഞാൽ സെലക്റ്റഡ് ആൾക്കാർക്ക് മാത്രമേ ഈ സുരംഗ്നുമാ രാസ്തേക്ക ഇസ്തേമാൽ കർ സക്തേ थे और छोटू के पापा इन्हीं चुनिंदा लोगों में से एक थे. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ആ വഴിയിലൂടെ, സുരംഗ്നുമാ വഴിയിലൂടെ പോകാൻ സാധിക്കത്തുള്ളൂ ആ സമയത്ത്. അപ്പോൾ ചോട്ടുവിൻ്റെ അച്ഛൻ അതിൽ ഒരാളായിരുന്നു, ആ സെലക്റ്റഡ് ആൾക്കാരിൽ ഒരാളായിരുന്നു. आज छुट्टी थी और छोटू के पापा घर ही पर आराम फरमा रहे थे. ഇന്ന് എന്തായിരുന്നു? ആ ദിവസം അവധിയായിരുന്നു അല്ലേ. അപ്പോൾ ചോട്ടുവിൻ്റെ അച്ഛൻ അവിടെ റെസ്റ്റ് ചെയ്യായിരുന്നു. ആറാം ഫർമാന എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. नज़र बचाकर चोरी छुपे छोटू ने पापा का सिक्योरिटी पास हथियाई लिया और चल दिया सुरंग की तरफ. അപ്പോൾ പതുക്കെ ആരും കാണാതെ എന്താ ചെയ്തത്? ചോട്ടു സെക്യൂരിറ്റി പാസ് എടുത്തു അച്ഛൻ്റെ. എന്നിട്ട് അവിടെ നിന്ന് എങ്ങോട്ടാണ് നീങ്ങിയത്? സുരംഗമുള്ള, അതായത് തുരങ്കമുള്ള ആ സ്ഥലത്തേക്കോട്ട് നീങ്ങി. വൈസെ तो उनकी पूरी कॉलोनी ही ज़मीन के नीचे बसी थी. ശരിക്കും അവരുടെ കോളനി എവിടെ ഉണ്ടായിരുന്നത്? ആ പ്രതലത്തിൻ്റെ, ആ സ്ഥലത്തിൻ്റെ താഴെയായിരുന്നു അല്ലേ, अंडरग्राउंडलाയിരുന്നു. यह जो सुरंगनुमा रास्ता था अंदर दिए जल रहे थे और प्रवेश करने से पहले एक बंद दरवाजे का सामना करना पड़ता था. ഈ സുരംഗനുമാ രാസ്ത, ഈ തുരങ്കത്തിലൂടെ വഴിയിൽ എന്താ ഉണ്ടായിരുന്നത്? വിളക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് കടന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു കതക് കടന്നിട്ട്, അതായത് കവാടം കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ആ കതകിനാണെങ്കിലോ ദർവാസമേ ഖാഞ്ച ബനാഹുവാത്ത. ഖാഞ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ATM ഒക്കെ ഇടുന്ന, ATM അക്കൗണ്ടിൽ കണ്ടില്ലേ, ATM ഒക്കെ ഇടുന്ന ഒരു ഏരിയ. അപ്പോൾ അങ്ങനത്തെ ഖാഞ്ച ബനാഹുവാത്ത. അപ്പോൾ ചോട്ടുനെ ഖാഞ്ചയെ കാട്ട് ഡാല, തുരന്ത് ദർവാസ ഖുൽ ഗയ. ഉടനെ കതക് തുറന്നു. ചോട്ടുനെ സുരംഗ് മേ പ്രവേശ് കിയ. അങ്ങനെ ചോട്ടു തുരങ്കത്തിലോട്ട് കയറി. അന്തർ വാലെ ഖാഞ്ചെ മേ സെക്യൂരിറ്റി പാസ് ആ പहुंचा. അങ്ങനെ അകത്തുള്ള, കതകിൻ്റെ തന്നെ അകത്തുള്ള ഒരു ഖാഞ്ച, അവിടെ സെക്യൂരിറ്റി പാസ് തിരിച്ചു വന്നു. കാർഡ് ഉഠാത്തെ ഹി ദർവാസ ബന്ദ് ഹുവാ. അതെടുത്തപ്പോഴേക്കും കതക് അടഞ്ഞു. ചോട്ടുനി ചാരോ തരഫ് നസർ ദോടായി. നസർ ദോടാന എന്ന് പറഞ്ഞാൽ ചുറ്റും നോക്കി അല്ലെ, 4 സൈഡിലും നോക്കി. സുരംഗ്നുമാ വ രാസ്ത ഊപ്പർ കി തരഫ് ജാത്ത താ. ആ തുരങ്കത്തിലൂടെയുള്ള വഴി എങ്ങോട്ടാണ് പോയിരുന്നത്? മുകളിലോട്ട്. കാരണം ഇവർ താഴെയല്ലേ താമസിക്കുന്നത്, അണ്ടർഗ്രൗണ്ട് അല്ലേ. അപ്പോൾ യാനി ജമീൻ കെ ഊപ്പർ കാ സഫർ
कर आने का मौका मिल गया था. ചോട്ടി ഇതുവരെ മുകളിൽ പോയിട്ടില്ലായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ നിന്ന് മുകളിലോട്ട് യാത്ര ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടി ചോട്ടുവിന്. മഗർ കഹാ മോക്ക ഹാത്ത് ലഗ്തേ ഹി ഫിസൽ ഗയാ. പക്ഷെ എങ്ങനെ അത് കിട്ടിയപ്പാടെ ആ ചാൻസ് കിട്ടിയപ്പാടെ ആ ചാൻസ് പോയി. കാരണം എങ്ങനെയാ, എന്താ കാരണം അങ്ങനെ പറയാൻ? സുരംഗ് മേ ജഗ ജഗ ലഗായെ നിരീക്ഷക് യന്ത്രോ കി ജാൻകാരി ചോട്ടുക്കു നഹി തി. ആ നിരീക്ഷക് യന്ത്രം, അതായത് CCTV പോലത്തെ ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ആരെങ്കിലും പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് അങ്ങനെ കുറേ നിരീക്ഷക് യന്ത്രം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം ചോട്ടുവിന് അറിയില്ലായിരുന്നു. മഗർ ചോട്ടുക്കെ പ്രവേശ് കർത്തേ ഹി, ആ സമയത്ത് എന്താ പറ്റിയ, ചോട്ടു അകത്തോട്ട് കയറിയപ്പോഴേക്കും നിരീക്ഷക് യന്ത്രമേ സന്ദേഹാസ്പദ് സ്ഥിതി ദർശാനെ വാലി ഹർക്കത്ത് ഹുയി. സന്ദേഹാസ്പദ് എന്ന് പറഞ്ഞാൽ സംശയം ഉളവാക്കുന്ന, സംശയം തോന്നിക്കുന്ന ടൈപ്പ് സിഗ്നൽസൊക്കെ അതിൽ വരാൻ തുടങ്ങി. ദർശാനെ വാലി ഹർക്കത്ത് ഹുയി, അതായത് അങ്ങനെ സിഗ്നൽസ് കാണിക്കാൻ തുടങ്ങി ആ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ, മറ്റേ യന്ത്ര അല്ലേ, നിരീക്ഷക് യന്ത്ര. ഇത്നെ ഛോട്ടെ കദ് കാ വ്യക്തി സുരംഗ് മേ कैसे आया? ഇത്രയും ഹൈറ്റ് കുറഞ്ഞ ഒരു വ്യക്തി എങ്ങനെ ഈ തുരങ്കത്തിലോട്ട് കയറി? ദൂസരെ നിരീക്ഷക് യന്ത്രനെ തുരന്ത് ചോട്ടു കി തസ്വീർ खींच ली. വേറൊരു യന്ത്രമുണ്ടായിരുന്നത് അതെന്താ ചെയ്ത്, ഫോട്ടോ എടുത്തു അല്ലേ. किसी एक नियंत्रण केंद्र में इस तस्वीर की जांच की गई और खतरे की सूचना दी गई. അപ്പോൾ വേറൊരു കൺട്രോൾ റൂമിൽ ഈ ഫോട്ടോസ് അവിടെ എത്തി. എന്നിട്ട് എന്താ ചെയ്ത്, ജാഞ്ച് കറണമെന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി. എന്തെങ്കിലും ആപത്തുണ്ടോ എന്നൊക്കെ അല്ലേ, എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്നൊക്കെ എടുത്തിട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി. സൂചന ദി ഗയി. इन सारी गतिविधियों से अनजान ചോട്ടു ആകെ ബഡ് റാ താ. അപ്പം ഈ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളൊന്നും അറിയാതെ അഞ്ചാൻ, അതായത് അറിയാത്ത ചോട്ടു ആകെ ബഡ് റാ താ, ഇതൊന്നും അറിയാതെ ചോട്ടു ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. തബി ജാനെ കഹാ സെ സിപ്പാഹി ദോടെ ചലിയായി. സിപ്പാഹി പടയാളികൾ, അതായത് സെക്യൂരിറ്റീസ് ഇങ്ങനെ ഓടി വന്നു. छोटू को पकड़कर वापस घर छोड़ाए. എന്നിട്ട് ചോട്ടുവിനെ പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടാക്കി. घर पर माँ छोटू का इंतज़ार कर रही थी. അമ്മയാണെങ്കിലോ അവിടെ ചോട്ടുവിനെയും കാത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. ബസ് അബ് ചോട്ടു കി ഖൈരിയത്ത് നീ, ഇനി രക്ഷപ്പെടില്ല അല്ലേ ചോട്ടു, കാരണം അമ്മയ്ക്ക് ദേഷ്യം വന്നിരിക്കുകയാണ്. അപ്പോൾ ചോട്ടു കെ പാപ്പ ന ഹോത്തെ തോ ചോട്ടു കാ ബച്ചന മുഷ്കിൽ താ. അപ്പോൾ ചോട്ടുവിൻ്റെ അച്ഛൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ചോട്ടുവിന് രക്ഷപ്പെടാൻ പറ്റത്തില്ലായിരുന്നു, കാരണം അമ്മ അത്രയ്ക്ക് ദേഷ്യത്തിലായിരുന്നു അല്ലേ. छोड़ो भी, मैं इसे समझा दूंगा सब, फिर वह ऐसी गलती कभी नहीं करेगा. അപ്പം അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇടയ്ക്ക് കയറി എന്താ പറഞ്ഞത്, വിട്ടേക്ക് എന്ന് പറഞ്ഞു. मैं इसे समझा दूंगा, ഞാൻ അവനെ മനസ്സിലാക്കിക്കോളാം, ഇനി വീണ്ടും അവൻ ഈ തെറ്റ് ഇനി ചെയ്യത്തില്ല. ऐसी गलती കഭി നെയ് കരേഗ, ഇനി ഒരിക്കലും ചെയ്യത്തില്ല. പാപ്പാനെ ചോട്ടുക്കോ ബച്ചാലേ, അങ്ങനെ അച്ഛൻ ചോട്ടുവിനെ രക്ഷപ്പെടുത്തി. ബോലെ, പിന്നെ ചോട്ടുവിനെ പറഞ്ഞ് മനസ്സിലാക്കി. छोटू मैं जहाँ काम करता हूँ ना, वह क्षेत्र ज़मीन से ऊपर है. आम आदमी वहाँ नहीं जा सकता क्योंकि वहाँ के माहौल में जी ही नहीं सकता. ചോട്ടുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ ഏരിയ, ആ ക്ഷേത്ര ജമീൻ സെ ഊപ്പർ ഹെ, അതായത് ഗ്രൗണ്ടിൽ നിന്നും മുകളിലാണ്, അതായത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ മുകളിലാണ്. ആം ആദ്മി വഹാ നഹീ ജാ സക്ത, സാധാരണ മനുഷ്യർക്ക് അവിടെ പോകാൻ പറ്റത്തില്ല, കാരണം ക്യോങ്കി വഹാ കെ മാഹോൽ മേ ജി ഹി നഹീ സക്ത, അവിടുത്തെ ആ എൻവയറമെൻറ്റിൽ അവിടെ ജീവിക്കാനേ പറ്റത്തില്ല ആ രീതിയിൽ, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റത്തില്ല. തോ ഫിർ ആപ് കേസെ ജാത്തെ ഹെ വഹാ, ചോട്ടു കാ സവാൽ ലാസിമി താ. അതായത് അവൻ്റെ ചോദ്യം അവിടത്തേക്ക് ഉത്തമമാണ്, അതായത് അവിടെ അത്യാവശ്യമാണ് ആ ക്വസ്റ്റ്യൻ അല്ലേ. ആർക്കാണെങ്കിലും തോന്നും അച്ഛനെങ്ങനെയാണ് അപ്പോൾ പോകുന്ന ആ സിറ്റുവേഷനിൽ, അച്ഛനെങ്ങനെയാണ് അവിടെ ജോലി ചെയ്യുന്നതെന്ന് ചോട്ടുവിന് തോന്നി. ചോട്ടു ചോദിച്ചു, ഫിർ ആപ് കേസെ ജാത്തെ ഹെ വഹാ, നിങ്ങൾ അച്ഛനെങ്ങനെയാണ് അവിടെ പോകുന്നത്? मैं वहाँ एक ख़ास किस्म का स्पेस सूट पहन कर जाता हूँ. അപ്പം അച്ഛൻ പറഞ്ഞു, ഞാൻ ഖാസ് കിസ്മക്ക എന്ന് പറഞ്ഞാൽ പ്രത്യേക തരത്തിലുള്ള സ്പേസ് സൂട്ട് അല്ലേ, സ്പേസിലിടുന്ന ആ ഡ്രസ്സ് അതിട്ടിട്ടാണ് ഞാനവിടെ ജോലിക്ക് പോകുന്നത്. ഈ സ്പേസ് സൂട്ട് സേ മുझे ഓക്സിജൻ മിൽത്താ ഹെ, അതിൽ ഓക്സിജൻ ലഭിക്കും. പിന്നെ ജിസ്സെ मैं सांस ले सकता हूँ, അപ്പോൾ എനിക്ക് ശ്വാസം എടുക്കാൻ പ്രയാസമാവത്തില്ല. इसी स्पेस सूट की वजह से बाहर की ठंड से मैं अपने आप को बचा सकता हूँ. അപ്പോൾ ഈ സ്പേസ് സൂട്ട് കൊണ്ട് എനിക്ക് തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. പിന്നെ ഖാസ് കിസ്മ കെ ജൂത്തോ കി വജഹസെ, അതായത് മെയിൻ ആയിട്ടുള്ള വേറെ തന്നെ രീതിയിലുള്ള എന്താണ് ജൂത്തെ, അതായത് ഷൂസുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഷൂസ് ഇട്ടിട്ടാണ് പോകാറ്. അപ്പോൾ ജൂത്തോ കി വജഹസെ ജമീൻ കെ ഊപ്പർ മേരാ ചലന മുംകിൻ ഹോത്താ ഹെ, അതുകൊണ്ട് മാത്രമാണ് എനിക്ക്
സ്പേസിൽ നടക്കാൻ പറ്റുന്നത് എന്തുകൊണ്ട് ഷൂസ് ഇടുന്നുണ്ട് അല്ലേ. മുംകിൻ ഹോത്തായ, അതായത് അത് സാധിക്കുന്നത്, നടക്കാൻ അവിടെ സാധിക്കാൻ കാരണം ഈ ഷൂസും ഖാസ് കിസ്മ കാ ജൂത്ത और ख़ास किस्म का स्पेस सूट അതിട്ടിട്ടാണ് പോവാറ്. ज़मीन के ऊपर चलने फिरने के लिए हमें एक विशेष प्रकार का प्रशिक्षण दिया जाता है. അതിനായിട്ട് ഞങ്ങൾക്ക് ട്രെയിനിങ്, പ്രശിക്ഷണം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അവിടെ മുകളിൽ നടക്കാനും ഒക്കെ അത്യാവശ്യത്തിന് ട്രെയിനിങ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കൊടുക്കാറുണ്ട്. छोटू सुन रहा था. पापा आगे बताने लगे. एक समय था जब अपने मंगल ग्रह पर सभी लोग ज़मीन के ऊपर ही रहते थे. പച്ചൻ പറഞ്ഞു, ഒരു സമയം ഉണ്ടായിരുന്നു, ആ സമയത്ത് മംഗൾ ഗ്രഹ, അതായത് മാർസിൽ ഞങ്ങളുടെ എല്ലാ പണ്ടത്തെ ആൾക്കാർ സഭി ലോക് ജമീൻ കെ ഊപ്പർ ഹി രഹത്തെ थे, എല്ലാവരും ഗ്രൗണ്ടിൽ നിന്നും മുകളിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. बगैर किसी तरह के यंत्रों की मदद के, बगैर किसी खास किस्म की पोशाक के हमारे पुरखे ज़मीन के ऊपर रहा करते थे. लेकिन धीरे धीरे वातावरण में परिवर्तन आने लगा. कई तरह के जीव धरती पर रहा करते थे, एक के बाद एक सब मरने लगे. इस परिवर्तन की जड़ में था सूरज में हुआ परिवर्तन. सूरज से हमें रोशनी मिलती है, उष्णता मिलती है. इन्हीं तत्वों से जीवों का पोषण होता है. सूरज में परिवर्तन होते ही यहाँ का प्राकृतिक संतुलन बिगड़ गया. प्रकृति के बदले हुए रूप का सामना करने में यहाँ के पशु पक्षी, पेड़ पौधे, अन्य जीव अक्षम साबित हुए. केवल हमारे पूर्वजों ने इस स्थिति का सामना किया. അപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞത്? अपनी तकनीकी ज्ञान के आधार पर हमने ज़मीन के नीचे अपना घर बना लिया. അപ്പോൾ ഞങ്ങളുടെ ടെക്നിക്കൽ അറിവ് കൊണ്ട് ഞങ്ങൾ എന്താ ചെയ്തത്? ഈ ഗ്രൗണ്ടിൻ്റെ താഴെ വീട് വെക്കാൻ തുടങ്ങി. ज़मीन के ऊपर लगे विभिन्न यंत्रों के सहारे हम सूर्य शक्ति, सूरज की रोशनी और गर्मी का इस्तेमाल करते आ रहे हैं. അപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ സൂര്യൻ്റെ ചൂടും ആ ശക്തിയും എല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്തത്? വിഭിന്ന യന്ത്രം കെ സഹാരെ, അതായത് വിവിധ തരത്തിലുള്ള യന്ത്രങ്ങൾ, ടെക്നിക്കൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് സൂര്യൻ്റെ ശക്തി, അതായത് സോളാർ എനർജി അല്ലേ, സൂര്യൻ്റെ റോഷ്നി, പിന്നെ സൂര്യൻ്റെ വെളിച്ചം, പിന്നെ ചൂട്, അതൊക്കെ കിട്ടുന്ന തരത്തിൽ, അതായത് അത് ഉപയോഗിക്കപ്പെടാൻ ഉതകുന്ന തരത്തിലുള്ള ഇസ്തെമാൽ കർത്തെ അറിയാം, അത് ഉപയോഗിക്കാനായിട്ട് ഞങ്ങൾ അവിടെ യന്ത്രങ്ങൾ സ്ഥാപിച്ചു മുകളിൽ, ज़मीൻ്റെ അതായത് ഗ്രൗണ്ടിൻ്റെ മുകളിൽ. ഉനി യന്ത്രോക്കെ സഹാരെ ഹം യഹാ ज़मीन के नीचे जी रहे हैं. അപ്പോൾ ഈ യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ഞങ്ങൾ ഇവിടെ അടിയിൽ അണ്ടർഗ്രൗണ്ട് ജീവിക്കുന്നത്. यंत्र सुचारू रूप से चलते रहे, इसके लिए बड़ी सतर्कता बरतनी पड़ती है. നല്ല കണ്ടിന്യൂസ് ആയിട്ട്, സുചാരു റൂപ് സെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് അത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സതർക്കത ബരത്നി പഴയുക. സതർക്കത എന്ന് പറഞ്ഞാൽ നല്ല കെയർഫുള്ളായിട്ട് ഇത് നമുക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. मुझ जैसे कुछ चुनिंदा लोग इन्हीं यंत्रों का ध्यान रखते हैं. എന്നെ പോലുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, ചുനിന്ദ ലോകം എന്ന് പറഞ്ഞാൽ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇനി യന്ത്രവും കാ ധ്യാൻ രക്തയ, ഞങ്ങളാണ് ഈ യന്ത്രങ്ങളെ എന്താണ് നോക്കി നടത്തുന്നത്. ബഡാ ഹോ ജാऊंगा तो मैं भी यही काम करूँगा. അപ്പോൾ ചോട്ടു പറഞ്ഞു, വലുതാവുമ്പോൾ ഞാനും ഇതേ ജോലി ചെയ്യുമെന്ന് പറഞ്ഞു. ചോട്ടുനെ അപ്നി മൻഷ ജാഹിർ കി, മൻഷ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, इच्छा जाहिर की, അറിയിച്ചു. बिल्कुल, मगर उसके लिए खूब पढ़ना होगा. माँ और पापा की बात सुननी होगी, माँ ने कहा. തീർച്ചയായും എന്ന് അമ്മ പറഞ്ഞു. പക്ഷെ അതിനായിട്ട് നീ നല്ലോണം പഠിക്കുകയും വേണം, അതുമാത്രമല്ല അമ്മയച്ഛനും പറയുന്നത് കേൾക്കുകയും വേണം എന്ന് അമ്മ പറഞ്ഞ് മനസ്സിലാക്കി. दूसरे दिन छोटू के पापा काम पर चले गए. देखा तो कंट्रोल रूम का वातावरण बदला सा था. അടുത്ത ദിവസം അച്ഛൻ ചോട്ടുവിൻ്റെ അച്ഛൻ ജോലിക്ക് പോയി. അപ്പോൾ ദേഖാത്തോ കൺട്രോൾ റൂം എന്താ പറ്റിയത്? കൺട്രോൾ റൂം കാ വാതാവരൺ ബദല, അവിടുത്തെ സിറ്റുവേഷനും എല്ലാം എല്ലാം മാറിയിരിക്കുകയാണ്. ഷിഫ്റ്റ് ഖത്തം കർ ഘർ ജാ രഹേ സ്റ്റാഫ് കെ പ്രമുഖ് നെ ടി വി സ്ക്രീൻ കി തരഫ് ഇഷാറ കിയ. ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് പോകുന്ന ഒരു സ്റ്റാഫ്, അയാൾ എന്താ ടി വി സ്ക്രീനിൽ കാണിച്ചു. ഇഷാറ കിയ, ഇഷാറ കർണ എന്ന് പറഞ്ഞാൽ കാണിച്ചു തരിക. അപ്പോൾ ടി വി സ്ക്രീൻ കി തരഫ് ഇഷാറ കിയ और स्क्रीन पर एक बिंदु झलक
रहा था, एक बिंदु झलक रहा था, അതായത് അവിടെ ഒരു പോയിന്റ് ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു സിഗ്നലിൻ്റെ लाइट। यह कोई आसमान का तारा नहीं है क्योंकि कंप्यूटर से पता चल रहा है कि यह अपनी जगह अडिग नहीं रहा है। അപ്പോൾ ഇതെന്തായാലും ഇതല്ല, എന്താണ് ആസ്മാൻ का तारा, അതായത് നക്ഷത്രമല്ല ഇതെന്തായാലും, क्योंकि कंप्यूटर से पता चल रहा है कि यह अपनी जगह അഡിഗ് നെഹി റഹ, ഒരിടത്ത് നിൽക്കുകയല്ല ചെയ്യുന്നത്, ഇത് കമ്പ്യൂട്ടറിൽ നിന്ന് മനസ്സിലാക്കിയത് അതാണ്. അഡിഗ് നെഹി റഹ എന്ന് പറഞ്ഞാൽ ഒരിടത്ത് നിൽക്കുന്നില്ല. पिछले कुछ घंटों के दौरान इसने अपनी जगह बदली है. അപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ ഇത് ഒരിടത്ത് നിന്നിരിക്കുന്നില്ല, അതായത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ഥാനം മാറിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ के अनुसार यह हमारी धरती की तरफ बढ़ता चला आ रहा है. കമ്പ്യൂട്ടറിന് അനുസരിച്ചിട്ട് എന്താ കമ്പ്യൂട്ടർ പറയുന്നത്? ധർത്തി की तरफ बढ़ता चला आ रहा है, ഭൂമിയോട് അടുക്കുകയാണ് എന്നാണ് ഒരാൾ പറഞ്ഞത്, ആ സ്റ്റാഫ് പറഞ്ഞത്. अंतरिक्षयान तो नहीं, छोटू के पापा ने अपना संदेह प्रकट किया. അത് സ്പേസ് ഷട്ടിൽ ആണോ എന്ന് ചോട്ടുവിൻ്റെ പാപ്പ സംശയിച്ചു. അപ്പോൾ സന്ദേഹം ഹമേ ബി ഹെ, ഞങ്ങൾക്കും ഉണ്ട് ഡൗട്ട്, പക്ഷേ ഇതിൽ നല്ലോണം ശ്രദ്ധിക്കണം, ഇനി ബറാബർ ധ്യാൻ റക്കിയേഗ എന്ന് പറഞ്ഞു. ചോട്ടു കെ പാപ്പ സോച്ച് മെ ഡൂബ് ഗയെ. അപ്പോൾ ചോട്ടുവിൻ്റെ അച്ഛന് ഇങ്ങനെ ആലോചിച്ച് കൂട്ടാൻ തുടങ്ങി. ക്യാ സച്മുച്ച് അന്തരീക്ഷയാൻ ഹോഗ, ശരിക്കും ആയിരിക്കോ സ്പേസ് ഷട്ടിൽ? എവിടെ നിന്ന് വന്ന് കാണും? കഹാ സെ ആ രഹാ ഹോഗ? സൗർ മണ്ഡൽ മേ ഹമാരി ധർത്തി കെ അലാവ और कौन से ग्रह पर जीवों का अस्तित्व होगा? ഞങ്ങളുടെ ഈ എന്താ പറയുക, സൗരയുദ്ധം അല്ലേ, സൗരമണ്ഡൽ എന്ന് പറഞ്ഞാൽ സോളാർ സിസ്റ്റത്തിൽ ഞങ്ങളുടെ ഭൂമി അല്ലാതെ ധർത്തിക്ക് അലാവ और कौन से ग्रह पर जीवों का अस्तित्व होगा, പിന്നെ വേറെ ഏത് ഗ്രഹത്തിലായിരിക്കും ജീവനുള്ളത്, അതായത് ജീവൻ നിലനിൽക്കുന്നത്? വൈസെ തോ അന്തരീക്ഷ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ और अगर होगा भी तो क्या इतनी प्रगति कर चुका होगा कि अंतरिक्ष यान छोड़ सके? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അത്രയ്ക്ക് വികസനം നടന്നു കാണുമോ ആ ഗ്രഹത്തിൽ? കാരണം അന്തരീക്ഷയാൻ വിടാനുള്ള ആ വികസനം അല്ലേ, സ്പേസ് ഷട്ടിൽ വിടാനുള്ള അത്രയും വികസനം നടന്നു കാണുമോ? വൈസെ തോ ഹമാരെ പൂർവജോ ने भी अंतरिक्षयानों उपग्रहों का प्रयोग किया था, ഞങ്ങളുടെ പൂർവികരും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ. മഗർ അബ് ഹമാരെ ലിയേ യഹ് അസംഭവ് ഹൈ, പക്ഷേ ഇപ്പം ഞങ്ങൾക്കത് സാധ്യമല്ല. ഉസ്കെ ലിയേ ആവശ്യക് മാത്ര മേ ഊർജ തോ ഹോ, അതിന് വേണ്ടിയിട്ട് ഊർജ ആവശ്യമാണ് അല്ലെ, ഊർജം ആവശ്യമാണ്. കാശ് ഇസ് നയേ മെഹ്മാൻ കോ നസ്ദീക് സെ ദേഖാ ജാ സക്ത, ഈ പുതിയ ഗസ്റ്റ് അല്ലേ, ഈ പുതിയ ജീവി, അതായത് പുതിയ ഗസ്റ്റിനെ ഒന്ന് അടുത്തൊന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ. ഹാ അഗർ വ ഇസി തരഫ് ആ രഹാ ഹോഗ തബ് തോ യഹ് സംഭവ് ഹോ സക്കേഗ ദേഖേ. ഇപ്പോൾ ഈ സൈഡിലോട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കാണാൻ സാധിക്കും, നോക്കാം എന്ന് ശ്രമിക്കാം എന്ന് പറഞ്ഞു. अब अंतरिक्षयान से एक यंत्रिक हाथ बाहर निकला, हर पल उसकी लंबाई बढ़ती ही जा रही थी. അവിടെ നിന്ന് നോക്കുമ്പോൾ എന്താ കാണാൻ സാധിക്കുന്നത്? ആ സ്പേസ് ഷട്ടിലിൽ നിന്ന് ഒരു കൈ ഇങ്ങനെ മുന്നോട്ട്, അതായത് യാന്ത്രിക് ഹാത്ത് അല്ലേ, യന്ത്രത്തിൻ്റെ ആ കൈ ഇങ്ങനെ മുന്നോട്ടിങ്ങനെ നീങ്ങുന്നതായിട്ട് കണ്ടു. ലംബായി ബഡ്ത്തി ഹി ജാ രഹി തി, അതിന് നീളം വെക്കുന്നുണ്ടായിരുന്നു. ചോട്ടു കെ പാപ്പാനെ അവലോകൻ ജാരി റഖ, ചോട്ടുവിൻ്റെ അച്ഛൻ വീണ്ടും ഇങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങി. കോളനി की പ്രബന്ധ സമിതി की സഭ ബുലായി ഗയി थी, അതായത് പ്രബന്ധ സമിതി എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി അല്ലേ, അവർ ഇങ്ങനെ മീറ്റിംഗ് വിളിപ്പിച്ചു. അപ്പോൾ അധ്യക്ഷ ഭാഷൺ ദേ രഹേ थे, അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചെയർമാന് എന്താണ് സ്പീച്ച് കൊടുക്കാൻ തുടങ്ങി. हाल ही में मिली जानकारी से पता चलता है कि 2 अंतरिक्ष यान हमारे मंगल ग्रह की तरफ बढ़ते चले आ रहे हैं. इनमें से एक अंतरिक्ष यान हमारे गिर्द चक्कर काट रहा है. അപ്പോൾ പറഞ്ഞു, ചെയർമാൻ എന്താ പറഞ്ഞത്? ഈയിടെയായിട്ട് അല്ലേ, ഹാൽഹിമേ ഈയിടെയായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ജാൻകാരി എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താ കിട്ടിയത്? പത്താ ചൽത്താ ഹെ കി 2 അന്തരീക്ഷയാണ്, അതായത് 2 എന്താ സ്പേസ് ഷട്ടിൽ ഇങ്ങനെ മംഗൾ ഗ്രഹക്ക് തരഫ് ബഡ്ത്തെ ചലെ ആ രഹേ ഹെ, മംഗൾ ഗ്രഹത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻമേ സേ ഏക് അന്തരീക്ഷയാൻ ഹമാരെ ഗിർദ് ചക്കർ കാട്ട് രഹാ ഹെ, ഞങ്ങളുടെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. कंप्यूटर के अनुसार ये अंतरिक्ष यान नज़दीक के ही किसी ग्रह से छोड़े गए हैं. ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ അനുസരിച്ചിട്ട് എന്താണ് പറയുന്നത്? ഈ സ്പേസ് ഷട്ടിൽ എവിടെയോ അടുത്ത്, നസ്ദീക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത് എവിടെയോ,
വെച്ചിട്ട് കിസി ഗ്രഹസെ छोड़े गए हैं ഏതോ അടുത്തുള്ള ഗ്രഹത്തിൽ നിന്നും വിട്ട ഒരു സ്പേസ് ഷട്ടിലാണ് എന്നാണ് കമ്പ്യൂട്ടറിൻ്റെ നോളജിൽ അറിഞ്ഞിരിക്കുന്നത്. ऐसी हालत में हमें क्या करना चाहिए, इसकी कोई सुनिश्चित योजना बनानी ज़रूरी है. അപ്പോൾ എന്താ ഇനി ഇതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്ന് ഒരു സുനിശ്ചിതമായിട്ട്, അതായത് ശരിയായ ഒരു തീരുമാനം അല്ല, യോജന, എന്തെങ്കിലും ഒരു പ്ലാനിങ്. യോജന എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനിങ് അത്യാവശ്യമാണ്. അപ്പോൾ നമ്പർ 1 आपका क्या ख्याल है, നമ്പർ 1 നിങ്ങളുടെ എന്താണ് അഭിപ്രായം എന്നാണ് ചെയർമാൻ ചോദിക്കുന്നത്. അപ്പോൾ കോളനി की सुरक्षा की पूरी जिम्मेदारी നമ്പർ 1 पर थी. അപ്പോൾ കോളനിയുടെ ആ സുരക്ഷ, അതായത് സെക്യൂരിറ്റിയുടെ എല്ലാം നോക്കി നടത്തുന്ന ആളാണ് നമ്പർ 1. അപ്പോൾ ഉन्होंने कुछ कागज़ समेटते हुए बोलना आरंभ किया. അപ്പോൾ കുറച്ച് പേപ്പേഴ്സൊക്കെ ഇങ്ങനെ സಮೇटते हुए എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ ഒരുമിച്ചാക്കിയിട്ട്, പേപ്പറൊക്കെ ഇങ്ങനെ ഒരുമിച്ചാക്കിയിട്ട് പറയാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. ആരംഭ किया. इन दोनों अंतरिक्ष यानों को जलाकर खाक कर देने की क्षमता हम रखते हैं. അതായത് ഈ രണ്ട് അതായത് ഈ സ്പേസ് ഷട്ടിലിനെയും കത്തിച്ച് കളയാനുള്ള കഴിവ്, ക്ഷമത ഹം രക്തേ ഹെ, ഞങ്ങൾക്കുണ്ട്, അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ഉണ്ട് എന്നാണ് പറയുന്നത്. മഗർ ഇസ്സെ ഹമേ കോയി ജാൻകാരി ഹാസിൽ നഹി ഹോ സക്കേഗി. പക്ഷേ ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അതിൻ്റെ അറിവൊന്നും കിട്ടത്തില്ല, അതായത് ഇൻഫോർമേഷനൊന്നും കിട്ടാൻ പോണില്ല. ജാൻകാരി ഹാസിൽ നഹി ഹോ സക്കേഗി, ഇൻഫോർമേഷനൊന്നും കിട്ടാൻ പോകുന്നില്ല. ഹാസിൽ എന്ന് പറഞ്ഞാൽ കിട്ടുക. പിന്നെ अंतरिक्ष यान बेकार कर ज़मीन पर उतरने पर मजबूर कर देने वाले यंत्र हमारे पास नहीं है. അപ്പോൾ ഈ സ്പേസ് ഷട്ടിലിനെ ബേക്കാർ കർ, അതായത് അതിന് യൂസ് ആവാത്ത രീതിയിലാക്കി മാറ്റിയിട്ട് എങ്ങനെയെങ്കിലും ഗ്രൗണ്ടിലോട്ട് ഇറക്കാനുള്ള, അതായത് ഇറക്കാൻ അതിനെ മജ്ബൂർ ചെയ്യണം. അതായത് മജ്ബൂർ എന്ന് പറഞ്ഞാൽ അതിനെ നിർബന്ധിക്കുക അല്ലേ, അതിനെ താഴോട്ട് എത്തിക്കാനുള്ള എല്ലാ സൗകര്യവും ഹമാരെ പാസ് നഹി, അതിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കാനുള്ള സൗകര്യം ഞങ്ങളുടെ കയ്യിലില്ല. ഹാലാങ്കി അഗർ ये अंतरिक्ष यान खुद ब खुद ज़मीन पर उतरते हैं तो इन्हें बेकार कर देने की क्षमता हमें आवश्यक. അപ്പോൾ അവരെ വലിച്ച് താഴെ ഇറക്കി ഗ്രൗണ്ടിലോട്ട് ഇറക്കി നശിപ്പിക്കാനുള്ള കഴിവൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, അതിനുള്ള ഉപാധിയൊന്നുമില്ല. പക്ഷേ അതിപ്പോൾ ഇറങ്ങിയാൽ, അതായത് ഗ്രൗണ്ടിലോട്ട് അത് ഇറങ്ങുകയാണെങ്കിൽ ആ സ്പേസ് ഷട്ടിൽ, പിന്നെ അതിന് ശേഷം അതിനെ നശിപ്പിക്കാനുള്ള എല്ലാ സൗകര്യവും ഞങ്ങളുടെ കയ്യിലുണ്ട്. തോ ഉന്നെ ബേക്കാർ കർ ദേനിക്ക് ക്ഷമത അമ്മേ ആവശ്യം. അപ്പോൾ അതിനുള്ള കഴിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്, അതായത് ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്പർ 1 പറഞ്ഞത്. അദ്ദേഹം कंटिन्यू ചെയ്തു. नंबर 1 मेरी जानकारी के अनुसार इस अंतरिक्ष यानों में सिर्फ यंत्र हैं, किसी तरह के जीव इसमें सवार नहीं हैं. അപ്പോൾ എൻ്റെ അറിവിനനുസരിച്ചിട്ട്, അതായത് എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ചിട്ട് എന്താണ്, ഈ സ്പേസ് ഷട്ടിലിൽ യന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. സിർഫ് യന്ത്ര ഹേ, കിസി തരക്കെ ജീവ് ഇസ്മേ സവാർ നഹി ഹേ. ഇതിൻ്റെ ഉള്ളിൽ ഒരു ജീവജാലവും ഇല്ല, അതായത് ജീവികൾ ഒന്നുമില്ല, ഒരു ജീവനുള്ള ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. വെറും യന്ത്രങ്ങൾ മാത്രമേ ഇതിൽ യാത്ര ചെയ്യുന്നുള്ളൂ, ഇതിൽ ഉള്ളൂ. നമ്പർ 1 ബാത് സഹി ലഗ്തി ഹേ എന്ന് പറഞ്ഞ് ശരി വെച്ചു. 6 നമ്പർ 2, നമ്പർ 1 പറഞ്ഞത് എല്ലാം ശരിയാണ് എന്ന് നമ്പർ 2 ശരി വെച്ചു. एक वैज्ञानिक थे, അതായത് शास्त्रज्ञनाയിരുന്നു नंबर 2. वे बोले हालांकि यंत्रों को बेकार कर देने में भी खतरा है, इनके बेकार होते ही दूसरे ग्रह के लोग हमारे बारे में जान जाएंगे, इसलिए मेरी राय में हमें सिर्फ अवलोकन करते रहना चाहिए. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ശരിക്കും പറഞ്ഞാൽ യന്ത്രങ്ങൾ ഞങ്ങൾ അതിനെ നശിപ്പിക്കുകയാണെങ്കിൽ, യന്ത്രങ്ങൾ അതിൻ്റെ വർക്ക് ഇല്ലാതാക്കുകയാണെങ്കിൽ ആ വിവരം മറ്റ് ഗ്രഹങ്ങളും അറിയും, ഞങ്ങളെപ്പറ്റി അറിയും അവർ. ഇൻകെ ബേക്കാർ ഹോത്തെ ഹി ദൂസരെ ഗ്രഹക്കെ ലോഗ് ഹമാരെ ബാരെ മേ ജാൻ ജായെങ്കെ. ഞങ്ങളിവിടെ ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട് എന്നത് ബാക്കി ഗ്രഹത്തിലെ ആൾക്കാർ അറിയും. അപ്പോൾ ഇസ്ലിയെ മേരി റായ്മേ, എൻ്റെ അഭിപ്രായത്തിൽ, റായ് എന്ന് പറഞ്ഞാൽ അഭിപ്രായം, മേരി റായ്മേ ഹമേ സിർഫ് അവലോകൻ കർത്തേ റഹനാ ചാഹിയേ. അവലോകൻ എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക. ഞങ്ങൾക്ക് വെറും ഇരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് നമ്പർ 2, അതായത് ശാസ്ത്രജ്ഞൻ പറഞ്ഞു. जहाँ तक हो सके हमें अपने अस्तित्व को छिपाए ही रखना चाहिए, क्योंकि हो सकता है जिन लोगों ने अंतरिक्ष यान भेजे हैं वे कल को इनसे എന്താ പറഞ്ഞത് അറിയുകയാണ്. മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യണം ഞങ്ങളുടെ അസ്തിത്വം, അല്ലേ, ഞങ്ങളുടെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യം. छिपाए ही रखना चाहिए
क्योंकि हो सकता है जिन लोगों ने अंतरिक्षयान भेजे हैं ആരാണോ ആവാം എന്താണ് അന്തരീക്ഷയാൻ ആരാണോ അതായത് സ്പേസ് ഷട്ടിൽ ആരാണോ ഇത് അയച്ചിരിക്കുന്നത് വിക്കൽക്കോ അതായത് നാളെ എപ്പോഴെങ്കിലും വിക്കൽക്കോ ബി ബഡേ സക്ഷം അന്തരീക്ഷയാൻ ഭേജേ അവർ പിന്നെ വീണ്ടും അതായത് ഞങ്ങളിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ അവർ വീണ്ടും മറ്റ് ഗ്രഹത്തിലുള്ളവർ വീണ്ടും സക്ഷം അന്തരീക്ഷയാൻ അതായത് ഇനിയും നല്ല കഴിവുള്ള അന്തരീക്ഷയാൻ വീണ്ടും സ്പേസ് ഷട്ടിൽ അവർ അയക്കുമായിരിക്കും ഹമേ യഹാ കാ പ്രബന്ധ കുച്ച് ഇസ് तरह रखना चाहिए जिससे इन यंत्रों को यह गलतफहमी को ही इस ज़मीन पर कोई भी गलतफहमी हो कि इस ज़मीन पर कोई भी चीज़ इतनी महत्वपूर्ण नहीं है कि जिससे वे लाभ उठा सकें അപ്പോൾ ഞങ്ങൾക്ക് എല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടി വരും പ്രബന്ധ് അറേഞ്ച്മെൻറ്റ് എല്ലാം ചെയ്യേണ്ടി വരും എങ്ങനെ കുച്ച് ഇസ് तरह रखना चाहिए जिससे इन यंत्रों को അതായത് ഈ യന്ത്രങ്ങൾ അതായത് സ്പേസ് ഷട്ടിലുള്ള യന്ത്രങ്ങൾക്ക് ഗലത് ഫഹമി ഹോ അതായത് അവർക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരട്ടെ എന്ന് ഹോ कि इस ज़मीन पर ഈ ഗ്രൗണ്ടിൽ അതായത് ഈ സ്ഥലത്ത് कोई भी चीज़ इतनी महत्वपूर्ण नहीं है അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം ഒന്നുമില്ല ഇവിടെ ഈ സ്ഥലത്ത് എന്ന രീതിയിൽ ജിസ്സെ വേ ലാഭ് ഉഠാ സക്കെ അവർക്ക് ലാഭം കിട്ടുന്ന രീതിയിലുള്ള ഒരു സാധനവും ഈ സ്ഥലത്ത് ഇല്ല എന്ന് അവർക്ക് തെറ്റിദ്ധരിപ്പിക്കണം ആ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു अध्यक्ष महोदय से मैं यह दरख्वास्त करता हूँ कि इस तरह का प्रबंध हमारे यहाँ किया जाए അപ്പോൾ പറഞ്ഞു എന്താണ് നമ്പർ 3 ആണ് ഇത് പറയുന്നത് അല്ലേ അധ്യക്ഷ മഹോദയസെ അതായത് ചെയർമാൻ അദ്ദേഹത്തിനോട് ഞാൻ പറയുകയാണ് അതായത് റിക്വസ്റ്റ് ചെയ്യുകയാണ് ദർഖ്വാസ്ത് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് അല്ലേ ദർഖ്വാസ്ത് करता हूँ कि इस तरह का प्रबंध ഇതുപോലത്തെ അറേഞ്ച്മെൻറ്റ് हमारे यहाँ किया जाए ഞങ്ങളുടെ ഇവിടെ ചെയ്തു തരണം അതായത് അവരെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ അവർക്ക് തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ ഇവിടെ ഒന്നുമില്ല അവർക്ക് ആവശ്യമുള്ള അവർക്ക് ലാഭം കിട്ടുന്നത്ര ഒന്നുമില്ല ഈ സ്ഥലത്ത് എന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ തിരിച്ചയക്കണം അല്ലേ ആ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യണം എന്ന് ഞാൻ അധ്യക്ഷ മഹോദയത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ് എന്നാണ് നമ്പർ 3 സാമാജിക് വ്യവസ്ഥ കാ കാം ദേഖ്തേ थे അപ്പോൾ നമ്പർ 3 ആണ് ഇത് പറയുന്നത് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ത് ജോലിയാണ് സാമാജിക് വ്യവസ്ഥാക്ക കാം കർത്തേ ഹൈ സാമാജിക് എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങളുടെ സമാജത്തിൻ്റെ അതായത് ഞങ്ങളുടെ ആൾക്കാരുടെ എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്യുന്ന ആളാണ് അല്ലേ സമാജത്തിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്യുന്ന ആളാണ് അപ്പോൾ സാമാജിക് വ്യവസ്ഥാക്ക കാം കർത്തേ ഹൈ സോഷ്യൽ വർക്ക് അല്ലേ സോഷ്യൽ വർക്കാണ് ചെയ്യുന്നത് പിന്നെ ഉൻകി ബാത് കെ ജവാബ് അങ്ങനെ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ മെയിൻ ആൾ അതായത് നമ്പർ 3 തൻ്റെ അഭിപ്രായം അതായത് തൻ്റെ റിക്വസ്റ്റ് പറഞ്ഞതിന് ശേഷം ഉൻകി ബാത് കി ജവാബ് മേ അധ്യക്ഷ കുച്ച് ബോൽനെ ജാ ഹി രഹേ थे അതായത് അദ്ദേഹത്തിന് ആൻസർ കൊടുക്കാൻ ജസ്റ്റ് തുനിഞ്ഞതേ ഉള്ളൂ ആ സമയത്ത് फ़ोन की घंटी बजी फ़ोन रिंग ചെയ്യാൻ തുടങ്ങി അപ്പോൾ अध्यक्ष ने चोंगा उठाया 1 मिनट बाद सभा को संबोधित करते हुए उन्होंने कहा അതായത് ഫോണിൻ്റെ റിസീവർ അല്ലേ ചോങ്ക ഉഠായ എന്ന് പറഞ്ഞാൽ റിസീവർ എടുത്ത് ഇങ്ങനെ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സഭാക്കോ സംബോധിത് കർത്തേ ഹുവേ അതായത് സഭയോട് സംസാരിച്ചിട്ട് എന്താ പറഞ്ഞത് ഉन्होंने कहा भाइयों अंतरिक्षयान क्रमांक 1 हमारी ज़मीन पर उतर चुका है എന്താ പറഞ്ഞത് ഇപ്പോൾ ഇനി അന്തരീക്ഷയാൻ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ജമീൻ पर उतर चुका है സ്പേസ് ഷട്ടിൽ താഴെ ഇറങ്ങിക്കഴിഞ്ഞു वह दिन छोटू के लिए बड़ा ही महत्वपूर्ण दिन था ആ ദിവസം ചോട്ടുവിനാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ദിവസമായിരുന്നു കാരണം പാപ്പ ഉസെ കൺട്രോൾ റൂം ലേ ഗയേ थे അന്നാണ് അച്ഛൻ ആദ്യമായിട്ട് ചോട്ടുവിനെ കൺട്രോൾ റൂമിൽ കൊണ്ടുപോയത് यहाँ से अंतरिक्षयान क्रमांक 1 साफ नज़र आ रहा था അവിടെ നിന്നാണെങ്കിലോ ആ സ്പേസ് ഷട്ടിൽ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു एक साफ नज़र आ रहा था कैसा अजीब लग रहा है यहाँ इसके अंदर क्या होगा पापा അയ്യോ എന്തോ പോലെ ഉണ്ടല്ലോ നല്ല അജീബ് എന്ന് പറഞ്ഞാൽ അതിശയിപ്പിക്കുന്ന ടൈപ്പ് അല്ലേ അജീബ് ഒരു വ്യത്യസ്തമായിട്ട് തോന്നുന്നു അവിടെ അപ്പോൾ കേസ അജീബ് ലഗ് रहा है यहाँ इसके अंदर क्या होगा पापा ഇതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും छोटूने पूछा अभी नहीं बताया जा सकता दूर से ही उसका निरीक्षण जारी है ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് ചോട്ടുവിനോട് പറഞ്ഞു എല്ലാം ഞങ്ങൾ ദൂരെ നിന്ന് തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്
उस पर बराबर हमारा ध्यान है और उसके हर अंग पर हमारा നിയന്ത്രण है എന്നിട്ട് പറയാണ് ഞങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിരിക്കുകയാണ്, ധ്യാൻ ഹെ ബറാബർ ഹമാരാ ധ്യാൻ, ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അതിലാണ് അല്ലേ. പിന്നെ ഓരോ പാർട്സിനെയും ഞങ്ങൾ നിയന്ത്രിക്കുകയാണ്, ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഇരിക്കുകയാണ്, എന്താ സംഭവിക്കുന്നതെന്നും ഞങ്ങൾ ഓരോ നിമിഷവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വക്ത് ആനെ പർ ഹി ഹം അഗ്ലാ കദം ഉഠായെങ്കിൽ, ഇനി സമയം വരുമ്പോഴേ ഞങ്ങൾ ഇനി അടുത്ത സ്റ്റെപ്പ് ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കത്തുള്ളൂ. छोटू के पापा ने बताया, उन्होंने छोटू को एक कंसोल दिखाया जिस पर कई बटन थे. ഒരു കൺസോൾ കാണിച്ചു, അതിൽ ഫുള്ള് ബട്ടൺസ് ഉണ്ടായിരുന്നു കുറേ. अब अंतरिक्षयान से एक യാന്ത്രിക് ഹാത്ത് ബാഹർ നിക്ല, പിന്നെ എന്താ സംഭവിച്ചത്, ആ സ്പേസ് ഷട്ടിലിൽ നിന്നും ഒരു കൈ പോലത്തെ ഒരു യാന്ത്രിക് മെഷീൻ കൊണ്ടുണ്ടാക്കിയ ഒരു പാർട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നു. അത് നീളം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹർ പൽ, ഓരോ നിമിഷവും അതിൻ്റെ ലംബായി ബഡ്ത്തി ഹി ജാ റഹി തി, നീളം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഷായദ് ജമീൻ തക് പहुँच कर മിട്ടി ഉക്കേർ ലേനാ ചാഹത്താ था, ചിലപ്പോൾ എന്തായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ കയ്യ് അത് വന്ന് ഇങ്ങനെ മണ്ണ് കോരിയെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. सब लोग स्क्रीन पर दिखाई दे रहे अंतरिक्ष यान की इस हरकत को ध्यान से देख रहे थे. എല്ലാവരും എന്താണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സ്പേസ് ഷട്ടിലിൻ്റെ ആ പാർട്ട് അല്ലെ, കൈയിൻ്റെ ആ പാർട്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നത്, അത് അതിൻ്റെ ആക്ടിവിറ്റിയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി, ആ ചെയ്യുന്ന പരിപാടി എന്താണോ അത് ചെയ്യുന്നത് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സിവ ഏക്കെ, ഒരാൾ മാത്രം അത് ശ്രദ്ധിക്കുന്നില്ല. ഉസ്കാ ധ്യാൻ കഹി ഓർ ഹി ഥാ, അയാളുടെ ശ്രദ്ധ എവിടെയായിരുന്നു, വേറെ എവിടെയോ ആയിരുന്നു ശ്രദ്ധ. അത് ആരായിരിക്കും, छोटू അല്ലേ. छोटू का सारा ध्यान था कंसोल पैनल पर. കാരണം എന്താ, അച്ഛൻ ചോട്ടുവിനെ പാനൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, കൺസോൾ പാനൽ. അപ്പോൾ ശ്രദ്ധ മുഴുവനും ചോട്ടുവിൻ്റെ ആ കൺസോൾ പാനലിലായിരുന്നു. कंसोल का एक बटन दबाने की अपनी इच्छा को वह रोक नहीं पाया. അവനെ കൺട്രോൾ ആയില്ല, മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ചോട്ടു എന്താ ചെയ്തത്, ആ കൺസോളിൽ കുറേ ബട്ടൺസ് ഉണ്ടായിരുന്നില്ലേ, അതിലെ ആ ബട്ടണ് ഒന്ന് തൊടണം എന്നൊരു ആഗ്രഹം, അതിനെ പ്രസ് ചെയ്യണം, ദബാന എന്നാൽ പ്രസ് ചെയ്യണം എന്നൊരു ആഗ്രഹം. ഇച്ഛാക്കോ വ റോക്ക് നഹി പായ, അവനത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. വ ലാൽ ലാൽ ബട്ടൺ ഉസെ ബർബസ് അപ്നി തരഫ് ഖീഞ്ച് റഹാ ഥാ. ആ ലാൽ ലാൽ ബട്ടൺ, അതായത് ആ റെഡ് ബട്ടണ് അവന് അത് അട്രാക്റ്റ് ചെയ്യുകയായിരുന്നു. मगर उस तरफ अब अंतरिक्ष यान के उस यांत्रिक हाथ की हरकत सहसा रुक गई थी. यंत्र बेकार हो गया था. അപ്പോൾ ആ സമയത്ത് ഈ ബട്ടൺ അലാറം ഒക്കെ ഓഫ് ചെയ്തു എങ്കിലും ആ സമയത്ത് അപ്പുറത്ത്, അതായത് അന്തരീക്ഷാൻ്റെ ആ സ്പേസ് ഷട്ടിലിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ആ കൈ അല്ലെ മെഷീൻ്റെ ആ ഉസ്കി ഹർക്കത്ത്, അതായത് അതിൻ്റെ ആക്ടിവിറ്റി സെഹസാ റുഗ് ഏക്കായേക് പെട്ടെന്ന് നിന്നുപോയി. സെഹസ എന്ന് പറഞ്ഞാൽ ഏക്കായേക് പെട്ടെന്ന് നിന്നുപോയി. യന്ത്ര ബേക്കാർ ഹോ ഗയാ താ, അതിൻ്റെ വർക്ക് അവിടെ നിന്നുപോയി. ഉധർ പൃഥ്വി പർ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, അതായത് നാസ അല്ലേ, നാസ ദ്വാരാ പ്രസ്തുത് വക്തവ്യനെ സബ്കാ ധ്യാൻ അപ്നി തരഫ് ആകർഷിത് കർ ലിയാ താ. അപ്പോൾ അവിടെ നിന്ന് സംസാരിക്കുന്ന ആ ന്യൂസ് അല്ലേ, ന്യൂസ് സംസാരിക്കുന്ന വക്തവ്യനെ സബ്കാ ധ്യാൻ, എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറ്റി. ഉസ് തരഫ് ആകർഷിത് കർ ലിയ, എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധ മാറ്റി. मंगल की धरती पर उतरा हुआ अंतरिक्ष यान वाइकिंग अपना निर्धारित कार्य कर रहा है. हालांकि किसी अज्ञात कारणवश अंतरिक्ष यान का यंत्रिक, അപ്പോൾ എന്താണ് പറഞ്ഞത് അവർ, മംഗൾ അതായത് മാർസിലെ മംഗൾ की धरती पर उतरा हुआ अंतरिक्ष यान അല്ലെ, ധർത്തി പർ മംഗളിൻ്റെ ആ ഭൂമിയിൽ ഇറങ്ങിയിരിക്കുന്ന അന്തരീക്ഷാൻ സ്പേസ് ഷട്ടിൽ വൈക്കിംഗ് എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്ന നിർദ്ധാരിത് കാര്യ, അതിന് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അല്ലേ, അത് നല്ല രീതിയിൽ ചെയ്തിരിക്കുകയാണ്. കാര്യക്കർ റഹായ, ചെയ്യുകയാണ്. ഹാലാങ്കി കിസി അജ്ഞാത് കാരണവശ്, ഹാലാങ്കി ആണെങ്കിൽ പോലും അജ്ഞാത്, അതായത് എന്തോ അറിയില്ല, എന്താ കാരണമെന്ന് അവർക്ക് അറിയത്തില്ല. കാരണവശ് അന്തരീക്ഷയാൻ കാ യന്ത്രിക്, അതായത് അന്തരീക്ഷയാനത്തിൻ്റെ സ്പേസ് ഷട്ടിലിൻ്റെ ആ യന്ത്രിക് ഹാത്ത് അല്ലേ, सो यांत्रिक हाथ बेकार हो गया है और नासा के टेक्नीशियन इस बारे में जांच कर रहे हैं तथा इस यांत्रिक हाथ को दुरुस्त करने के प्रयास भी जारी हैं. അപ്പോൾ ആ യാന്ത്രിക് കൈ അത് ചീത്തയായിരിക്കുകയാണെന്നും അപ്പോൾ നാസ के ടെക്നീഷ്യൻസ് ഇതിനെപ്പറ്റി അന്വേഷിച്ച് മനസ്സിലാക്കി അതിൻ്റെ
इस यांत्रिक हाथ को दुरुस्त करने के ശരിയാക്കി എടുക്കുക ठीक करना അല്ലെ दुरुस्त करना मतलब ठीक करना दुरुस्त करने का प्रयास भी जारी है അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ इसके कुछ ही दिनों बाद पृथ्वी के सभी प्रमुख अखबारों ने छापा കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്താ ഭൂമിയിലുള്ള കൂടുതൽ മെയിൻ ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സിലൊക്കെ എന്താണ് അച്ചടിച്ച് വന്നത് नासा के टेक्नीशियनों ने रिमोट कंट्रोल के सहारे वाइकिंग को दुरुस्त करने में സഫലത മിലി ഹെ ഉनको അതായത് ടെക്നീഷ്യൻസ് എന്താ ചെയ്തത് അതിൽ സക്സസ് ആയി ആ വൈക്കിങ്ങിൻ്റെ ആ യാന്ത്രിക കൈ ശരിയാക്കി എടുക്കാൻ അവർ सक्सेस आई എന്നാണ് दुरुस्त करने में सफलता मिली है और यांत्रिक हाथ ने अब मंगल की मिट्टी के विभिन्न नमूने इकट्ठे करने का काम आरंभ कर दिया है അപ്പോൾ ഇതിൻ്റെ കൈ മെഷീൻ്റെ ഇത് മണ്ണൊക്കെ ഇങ്ങനെ എടുക്കാനുള്ള അതിൻ്റെ കഴിവ് അതിന് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അത് ശരിയായിരിക്കുകയാണ് വിഭിന്ന നമൂനെ അതായത് മണ്ണിൻ്റെ വെറൈറ്റീസ് അല്ലേ മണ്ണിൻ്റെ വിവിധ തരത്തിലുള്ള മണ്ണുകൾ കളക്ട് ചെയ്യാൻ നമൂനെ ഇഖട്ടെ കർണേക്ക കാം ആരംഭ കർ ദിയാ ഹൈ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ന്യൂസ് പേപ്പറിലൊക്കെ അച്ചടിച്ച് വന്നത് पृथ्वी के वैज्ञानिक मंगल की इस मिट्टी का अध्ययन करने के लिए बड़े उत्सुक थे അപ്പോൾ പൃഥ്വിയിൽ അതായത് ഭൂമിയിലുള്ള ശാസ്ത്രജ്ഞന്മാരെല്ലാവരും ഈ മാർസിലെ മണ്ണുകളൊക്കെ അതിനെപ്പറ്റി പഠിക്കാനായിട്ട് അധ്യയൻ करने के लिए ബഡേ ഉത്സുക്ത അവർക്ക് ഭയങ്കര അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ എങ്ങനെയെങ്കിലും അത് മനസ്സിലാക്കി അതിനെപ്പറ്റി അറിയണം എന്ന തിരക്കിലായിരുന്നു അവർ उन्हें उम्मीद थी कि इस मिट्टी के अध्ययन से इस बात का पता लगाया जा सकेगा कि क्या मंगल ग्रह पर भी पृथ्वी की ही तरह जीव सृष्टि का अस्तित्व है അപ്പോൾ അവർക്ക് അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അല്ല അതിനെപ്പറ്റി അപ്പോൾ അവർക്ക് എക്സ്പെക്റ്റേഷനും ഉണ്ടായിരുന്നു എന്തായിരിക്കും ഉമ്മീദ് തീ കി ഇസ് മിട്ടിക്ക് അധ്യയൻസ് ഈ മണ്ണുകളൊക്കെ കളക്ട് ചെയ്തിരിക്കുന്ന ഈ മണ്ണിൽ നിന്നും ഈ മണ്ണിനെ പറ്റി പഠിച്ച് കഴിയുമ്പോഴേക്കും ഇസ് ബാത് കാ പത്താ ലഗായാ ജാ സക്താ ഹൈ അതായത് അതിനെപ്പറ്റി അവർക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും ആ മാർസിൽ അതായത് മംഗൾ ഗ്രഹത്തിൽ ഭൂമിയെപ്പോലെ തന്നെ പൃഥ്വിക്ക് തറ ജീവ് സൃഷ്ടിക്ക അസ്തിത്വം അവിടെയും ജീവൻ നിലനിൽപ്പുണ്ട് എന്നത് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന ഒരു വിശ്വാസം അതായത് ഒരു എക്സ്പെക്റ്റേഷൻ അവർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രശ്ന ആജ് ഭി ഏക് രഹസ്യ ഹൈ അപ്പോൾ ഈ പ്രശ്നം അല്ല ഇപ്പോഴും അതൊരു രഹസ്യമാണ് അവിടെ മാർസിൽ ജീവജാലങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നത് ഇപ്പോഴും ഒരു രഹസ്യമായിട്ടാണ് നിൽക്കുന്നത് അല്ലേ छोटू का परिवार कहाँ रहता था छोटूविൻ്റെ കുടുംബം എവിടെയായിരുന്നു താമസിച്ചിരുന്നത് छोटू का परिवार मंगल ग्रह की धरती के नीचे बसी कॉलोनी में रहता था छोटूവിൻ്റെ കുടുംബം മാർസിൻ്റെ ആ ഗ്രൗണ്ടിൻ്റെ താഴെ അതായത് അണ്ടർഗ്രൗണ്ട് അല്ലേ അവിടെയായിരുന്നു അവിടെയുള്ള ഒരു കോളനിയിലായിരുന്നു അവർ താമസിച്ചിരുന്നത് छोटू को सुरंग में जाने की इजाज़त क्यों नहीं थी पाठ के आधार पर लिखो സുരംഗ് അതായത് ചോട്ടുവിന് ആ തുരങ്കത്തിലോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു അല്ലേ ഇജാസത്ത് എന്ന് പറഞ്ഞാൽ പെർമിഷൻ പാഠ് കെ ആധാർ പർ ലിഖോ അതിന് ബേസ് ചെയ്തിട്ട് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഏതാനാണ് പറഞ്ഞിരിക്കുന്നത് സുരംഗ് കാ രാസ്ത ജമീൻ കെ ഊപ്പർ ജാത്താ ഥാ ആ ടണലിൻ്റെ ആ വഴി എവിടെയാണ് ആയിരുന്നു അണ്ടർഗ്രൗണ്ടിന് മുകളിലായിട്ടല്ലേ മുകളിലായിട്ടായിരുന്നു ആ ഗ്രൗണ്ടിൻ്റെ മുകളിലായിരുന്നു വഹാ കെ വാതാവरण में आम आदमी बिना सुरक्षा उपकरणों के जीवित नहीं रह सकता था അപ്പോൾ ആ മുകളിലുള്ള ആ സ്ഥലത്ത് അവിടുത്തെ എൻവയറമെൻറ്റ് അവിടുത്തെ ക്ലൈമറ്റും എല്ലാം അനുസരിച്ചിട്ട് അവിടെ ഒരു സാധാരണ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല സുരക്ഷാ ഉപകരണങ്ങളുടെ ആവശ്യമുണ്ട് അവിടെ അതായത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും അവിടെ ജീവിക്കണമെങ്കിൽ ആവശ്യമുണ്ട് അപ്പോൾ ഇസ്കെ അതിരിക്ത് സുരംഗ് മേ ബി കൈ തരക്കെ യന്ത്ര ലഗേ ഹുയേ തേ അതുമാത്രമല്ല കുറേ തരത്തിലുള്ള യന്ത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ इसके अतिरिक्त सुरंग में भी कई तरह के यंत्र लगे हुए थे वहाँ केवल उन यंत्रों की देखभाल का काम करने वाले ലോക് ജാത്തെ थे അപ്പോൾ ഈ യന്ത്രങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അവിടെ പോകാൻ പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ യഹി കാരൺ താ കി ഛോട്ടുക്കു സുരംഗ് മേ ജാനെ കി ഇജാസത്ത് നെഹി തേ ഇതുതന്നെയായിരുന്നു കാരണം ഛോട്ടുവിന് ടണലിൽ മറ്റു തുരങ്കത്തിൽ പോകാനുള്ള പെർമിഷൻ കിട്ടാതിരിക്കാൻ
कंट्रोल रूम में जाकर छोटू ने क्या देखा और वहाँ उसने क्या हरकत की. കൺട്രോൾ റൂമിൽ പോയിട്ട് ചോട്ടു അവിടെ എന്താണ് കണ്ടത്, പിന്നെ അവൻ അവിടെ എന്ത് പ്രവൃത്തിയാണ്, അതായത് എന്ത് ആക്ടിവിറ്റിയാണ് അവിടെ ചെയ്തത് അല്ലേ, എന്ത് കുസൃതിയാണ് ചെയ്തത്. कंट्रोल रूम से छोटू को अंतरिक्ष यान क्रमांक 1 साफ नज़र आ रहा था. कंट्रोल റൂമിൽ നിന്ന് ചോട്ടുവിന് ആ സ്പേസ് ഷട്ടിൽ നല്ലോണം കാണുന്നുണ്ടായിരുന്നു അല്ലേ, നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. മഗർ ഉസ്കാ ധ്യാൻ ഉസ് കൺസോൾ പാനൽ पर था. പക്ഷേ ചോട്ടുവിൻ്റെ ശ്രദ്ധ എവിടെയായിരുന്നു, കൺസോൾ പാനൽ. കാരണം ജിസ് पर कई बटन लगे हुए थे, കുറേ ബട്ടൺസ് ഉണ്ടായിരുന്നു ആ കൺസോൾ പാനലിൽ. വഹാ ലഗെ ലാൽ ബട്ടൺ കോ ചോട്ടു ദബാന ചാത്ത था. ആ കൺസോൾ പാനലിലുള്ള ലാൽ ബട്ടൺ, റെഡ് കളറിൻ്റെ ബട്ടൺ പ്രസ് ചെയ്യണമെന്നൊരു ആഗ്രഹം ചോട്ടുവിന് തോന്നുന്നുണ്ടായിരുന്നു. അന്തത വ അപ്നി ഇച്ഛ को नहीं रोक पाया. कंट्रोൾ ആയില്ല. അന്തത എന്ന് പറഞ്ഞാൽ അറ്റ് ലാസ്റ്റ് कंट्रोൾ ആയില്ല ആർക്ക്, ചോട്ടുവിനത് ലാൽ ബട്ടൺ പ്രസ് ചെയ്യുക തന്നെ ചെയ്തു. और उसने लाल बटन दबा दिया. उसकी इस हरकत के कारण अंतरिक्ष यान क्रमांक 1 का യാന്ത്രിക് ഹാത്ത് ബേക്കാർ ഹോ ഗയ. ഈ പ്രവൃത്തി കാരണം ആ മെഷീനറി ഹാൻഡിൽ അതിൻ്റെ പ്രവൃത്തി ഇല്ലാതായി, അതിൻ്റെ ആ ചെയ്യുന്ന ആ പ്രവൃത്തി ആക്ടിവിറ്റി അത് നിന്നുപോയി. ഇസ് പർ ഉസെ പാപ്പാസെ മാർ ഭി ഖാനി പടി. അതുകൊണ്ട് തന്നെ ഈ കാരണം കൊണ്ട് തന്നെ അച്ഛനിൽ നിന്നും അടി മേടിക്കുകയും ചെയ്തു ചോട്ടു അല്ലേ. इस कहानी के अनुसार मंगल ग्रह पर कभी आम जनजीवन था, वह सब नष्ट कैसे हो गया, इसे लिखो. അപ്പോൾ ഈ കഥയ്ക്ക് അനുസരിച്ചിട്ട് കഥയിൽ നിന്നും എന്താണ് മനസ്സിലായത്, അതായത് മാർസിൽ എപ്പോഴെങ്കിലും സാധാരണ ജീവജാലങ്ങൾ അവിടെ നിലനിൽപ്പുണ്ടായിരുന്നോ, വ സബ് നഷ്ട് കാസേ ഹോ ഗയ, അതൊക്കെ എങ്ങനെ നഷ്ടപ്പെട്ടു, അതിനെപ്പറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ് കഹാനിക്ക് അനുസാർ मंगल ग्रह के लोग भी कभी धरती के ऊपर सामान्य ജീവൻ ബിതായ കർത്തെ थे. അപ്പോൾ ഈ കഥയ്ക്കനുസരിച്ചിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്, മാർസിൽ ജീവൻ ഉണ്ടായിരുന്നു അല്ലേ, ജീവികൾ ഉണ്ടായിരുന്നു, ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. കബി ധർത്തിക്ക് ഊപ്പർ, അതായത് ഈ ഭൂമിയുടെ മുകളിലായിരുന്നു അവരുടെ ജീവിതം അല്ലേ, ജമീൻക്ക് ഊപ്പർ, അതായത് അണ്ടർഗ്രൗണ്ട് അല്ല, മുകളിൽ തന്നെയായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഊപ്പർ സാമാന്യ ജീവൻ, സാധാരണ ജീവിതമായിരുന്നു അവരുടേത്. പരന്തു ധീരെ ധീരെ വാതാവരണമേ പരിവർത്തനാനിലക. പിന്നെ പതുക്കെ എന്താണ് പറ്റിയത്, ആ ക്ലൈമറ്റിൽ ചേഞ്ചസ് വരാൻ തുടങ്ങി അല്ലെ, പരിവർത്തൻ വരാൻ തുടങ്ങി. ഇസ് പരിവർത്തൻ കി ജഡ് മേ ഥാ സൂരജ് മേ ഹുവാ പരിവർത്തൻ. ഇതിൻ്റെ മൂലകാരണം, അതായത് ഈ ചേഞ്ചസിൻ്റെ മൂലകാരണം എന്തായിരുന്നു, മെയിൻ കാരണം എന്തായിരുന്നു, സൂരജ് മേ ഹുവാ പരിവർത്തൻ. സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യനിൽ വന്ന ചേഞ്ചസ് അല്ലേ. सूरज जिसकी रोशनी और गर्मी से जीवों को പോഷൺ മിലാ കർത്താ था. അതായത് സൂര്യനിൽ നിന്നാണ് സാധാരണ ഞങ്ങൾക്കും പോഷണം ലഭിക്കുന്നത് അല്ലേ, സൂര്യൻ ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ സൂരജ് ജിസ്കി റോഷ്നി ഓർ ഗർമി സെ, സൂര്യൻ്റെ ആ വെളിച്ചവും ആ ചൂടും കാരണമാണ് ജീവജാലങ്ങൾക്ക് അവിടെ ജീവിച്ചിരുന്നത് അല്ലേ. ഉസ്മേ പരിവർത്തൻ ആനെ സെ പ്രകൃതി കാ സന്തുലൻ ബിഗഡ് ഗയ. അപ്പോൾ അതിൽ വന്ന ചേഞ്ചസ്, സൂര്യനിൽ വന്ന ചേഞ്ചസ് ആ നേച്ചറിനെയും അവിടെയുള്ള നേച്ചർ, അതായത് പ്രകൃതിയുടെയും ബാലൻസ് അത് തെറ്റിക്കുകയാണ് ചെയ്തത്. प्रकृति के इस बिगड़े हुए रूप का सामना करने में वहाँ के पशु पक्षी और पेड़ पौधे असमर्थ थे. അപ്പോൾ ഇതിൻ്റെ ഈ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് ആ പക്ഷികൾക്കും പിന്നെ വൃക്ഷലതാദികൾക്കും എല്ലാം ആ കഴിവ് ഇല്ലാതായി, അസമർത്ഥ थे. इसलिए सभी एक कर नष्ट होने लगे. അപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ആ കരുത്ത് കിട്ടിയില്ല. അപ്പോൾ इसलिए सभी एक കർ നഷ്ട होने लगे. അങ്ങനെ ഓരോ ജീവജാലങ്ങളും പശുപക്ഷികളും പിന്നെ വൃക്ഷലതാദികളൊക്കെ ഇങ്ങനെ നശിച്ചു തുടങ്ങി. കഹാനി മേ അന്തരീക്ഷ യാൻ കോ കിസ്നെ ഭേജാ താ ഓർ ക്യൂ. ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സ്പേസ് ഷട്ടിൽ ആരാണ് അയച്ചിരിക്കുക, ഓർ ക്യൂ, എന്തിനായിരിക്കും അവരയച്ചത്. कहानी में अंतरिक्ष यान को पृथ्वी ग्रह पर स्थित नेशनल एयरोनॉटिक्स एंड स्पेस एडमिनिस्ट्रेशन, अदायद नासा ने मंगल ग्रह की मिट्टी के नमूने लाने के लिए भेजा था. അപ്പോൾ കഥയുടെ ആധാരത്തിൽ എന്താണ് പറയുന്നത്, ഈ സ്പേസ് ഷട്ടിൽ ആരാ അയച്ചിരിക്കുന്നത്, ഭൂമിയാണ് അല്ലേ, ഭൂമിയിൽ നിന്നുമാണ് ഈ സ്പേസ് ഷട്ടിൽ വന്നിരിക്കുന്നത്. അതായത് നാസയാണ് ഇത് അയച്ചിരിക്കുന്നത്. അവരെന്തിനാണ് അയച്ചിരിക്കുന്നത്, മാർസിൽ നിന്നുള്ള ഈ മണ്ണ് കളക്ട് ചെയ്തിട്ട് അല്ലെ, മണ്ണ് കളക്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ്.
पृथ्वी के वैज्ञानिक मंगल ग्रह की मिट्टी के अध्ययन के लिए बहुत उत्सुक थे. എന്തിനാണ് ഈ മണ്ണൊക്കെ കളക്ട് ചെയ്യുന്നത്? അത് കളക്ട് ചെയ്തിട്ട് അതിനെപ്പറ്റി അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടുത്തെ കല്ലും മണ്ണും ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് ആ മാർസിൻ്റെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ അധ്യയൻ കേലിയെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ബഹുത് ഉത്സുക്തെ, അതായത് അവർ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു, അതിനെപ്പറ്റി പഠിക്കാനുള്ള ആഗ്രഹം അല്ലേ ശാസ്ത്രജ്ഞന്മാർക്ക്, ഭൂമിയിലുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് മാർസിനെ പറ്റി പഠിക്കാൻ വളരെയധികം ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. उन्हें इस अध्ययन से यह पता लगने की उम्मीद थी कि पृथ्वी की तरह मंगल ग्रह पर भी जीवों का अस्तित्व है या नहीं. അപ്പോൾ അറിയാൻ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എക്സ്പെക്റ്റേഷനും ഉണ്ടായിരുന്നു. കാരണം പൃഥ്വിക്ക് തരം മംഗൾ ഗ്രഹ പർ ഭി ജീവോं का अस्तित्व है या नहीं. അപ്പോൾ മംഗൾ ഗ്രഹത്തിലും ഒരു ജീവൻ നിലനിൽപ്പുണ്ട് അല്ലേ, അവിടെയും ജീവികളുണ്ട്, അവിടെയും ജീവനുണ്ട് എന്ന് നിലനിൽപ്പ്, അവിടെയും ജീവൻ നിലനിൽക്കുന്നുണ്ട് എന്ന് ഉണ്ടോ ഇല്ലയോ എന്നത് കണ്ടുപിടിക്കാനാണ് അവരങ്ങനെ ചെയ്തത്. അപ്പോൾ അവർക്ക് ആ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. नंबर 1, नंबर 2 और नंबर 3 अजनबी से निपटने के कौन से तरीके सुझाते हैं और क्यों. അപ്പോൾ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്നത് ആ കമ്മിറ്റി മെമ്പേഴ്സിനെയാണ് കാണിക്കുന്നത് അല്ലേ. അവർ സ്ട്രേഞ്ചറുമായിട്ട് എങ്ങനെ നേരിടണം, നേരിടുക, എങ്ങനെ നേരിടണം എന്നത് എന്താണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്, നേരിടാനുള്ള എന്ത് വഴികളാണ് തരീക്കെ സുജാത്തെ, അതായത് സജസ്റ്റ് ചെയ്യുന്നത് അവരെന്തൊക്കെയാണ് അവർ സജസ്റ്റ് ചെയ്തത്, ഓർ ക്യൂ എന്തുകൊണ്ട്. നമ്പർ 1 पर സുരക്ഷ की जिम्मेदारी थी. സുരക്ഷ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ അല്ലേ. അപ്പോൾ ഡിഫെൻസ്, അപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്പർ 1-നായിരുന്നു. അപ്പോൾ വह बताते हैं कि वह उन अंतरिक्ष यानों को जलाकर राख कर देने की क्षमता रखते हैं. അപ്പോൾ അതിനെ കത്തിച്ച്, ആ സ്പേസ് ഷട്ടിലിനെ കത്തിച്ച് ഭസ്മമാക്കാനുള്ള ക്ഷമത, കഴിവ് അവരുടെ പക്കലുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. पर इससे कोई जानकारी नहीं मिल पाएगी. അതുകൊണ്ട് എന്താ നഷ്ടം, ഒരു ഇൻഫോർമേഷനും അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടത്തില്ല അവരെ പറ്റിയുള്ളത് അല്ലേ. वह यह सूचना भी देते हैं कि उन यानों में केवल यंत्र लगे हैं. എന്നിട്ട് ഒരു മെസ്സേജ് കിട്ടിയത് അതും പറയുകയാണ്, ഇത് ഈ സ്പേസ് ഷട്ടിലിൽ വെറും മെഷീനറീസ് മാത്രമേ ഉള്ളത്, മെഷീൻസ് മാത്രമാണുള്ളത്, യാത്രയില്ല, യാത്രി സവാർ നഹി ഹെ, അതിൽ യാത്ര ചെയ്യുന്നില്ല. അപ്പോൾ നമ്പർ 2 एक वैज्ञानिक है. രണ്ടാമത്തെ ആൾ നമ്പർ 2 ഒരു शास्त्रज्ञനാണ്. അപ്പോൾ वह आगाह करते हैं कि यान को नष्ट कर देने में एक खतरा यह भी है कि दूसरे ग्रह के लोगों को हमारा पता चल जाएगा. അപ്പോൾ രണ്ടാമത്തെ ആൾ നമ്പർ 2 പറയുകയാണ്, ശാസ്ത്രജ്ഞൻ പറയുകയാണ്, ആദ്യം വാൺ ചെയ്യുകയാണ്, ആഗാഹകരണം എന്ന് പറഞ്ഞാൽ വാൺ ചെയ്യുക അല്ലേ, വാണിംഗ് കൊടുക്കുകയാണ്. ഇത് എങ്ങാനും നഷ്ടപ്പെടുത്തിയാൽ ഞങ്ങൾ, അതായത് ഈ സ്പേസ് ഷട്ടിലിനെ എങ്ങാനും നഷ്ടപ്പെടുത്തിയാൽ അതിൻ്റെ എന്താണ് ഒരു റിസ്ക് ഉള്ളത്, ഖത്ര യഹ് ബി ഹൈ കി ദൂസരെ ഗ്രഹ കെ ലോഗ്, മറ്റ് ഗ്രഹങ്ങളിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഞങ്ങളിവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന്, ഹമാരാ പതാ ചൽ ജായേഗ, ഇസ്ലിയെ ഹം ബസ് ചുപ്കർ ഉസ് പർ നസർ റഖ്നി ചാഹിയെ. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നാണ് അവർ പറയുന്നത്. നമ്പർ 2 ശാസ്ത്രജ്ഞൻ എന്താ പറയുന്നത്, ഞങ്ങൾക്ക് ഒളിച്ചിരുന്ന് എല്ലാം നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്, അല്ലാതെ ഞങ്ങളതിനെ കത്തിച്ച് നശിപ്പിക്കുകയല്ല വേണ്ടത്, എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ് അതിനെപ്പറ്റി അല്ലേ. नंबर 3 जो सामाजिक व्यवस्था का काम देखते हैं, അതായത് സോഷ്യൽ സിസ്റ്റം അല്ലേ, സോഷ്യൽ സിസ്റ്റത്തിൽ ഉള്ള ആളാണ് നമ്പർ 3, മൂന്നാമത്തെ ആൾ. അപ്പോൾ വേ ബി यही सलाह देते हैं कि अपने अस्तित्व को छिपाकर रखना ही बेहतर है. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, മൂന്നാമത്തെ ആൾ നമ്പർ 3 പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ സലാ, അതായത് സജസ്റ്റ് ചെയ്യുകയാണ്, അദ്ദേഹം ഉപദേശിക്കുകയാണ്, ഞങ്ങളുടെ അസ്തിത്വം, അതായത് ഞങ്ങളുടെ എക്സിസ്റ്റൻസും ഒളിപ്പിക്കുകയാണ് വേണ്ടത്, അതായിരിക്കും നല്ലത്. ബെഹത്തർ എന്ന് പറഞ്ഞാൽ അതായിരിക്കും നല്ലത്, കൂടുതൽ നല്ലത്. വ യ ബി സുझाव देते हैं, ഒരു സജഷനും കൊടുക്കുന്നുണ്ട്. എന്താണ്, ഉन्हें अपनी धरती पर ऐसी व्यवस्था पर कर देनी चाहिए जिससे उन यंत्रों को यहाँ की कोई चीज़ अपनी काम की न लगे. മൂന്നാമത്തെ നമ്പർ 3 എന്തൊക്കെയാണ് പറയുന്നത്, ഞങ്ങളുടെ എക്സിസ്റ്റൻസ് ഇവിടെ ഉണ്ട് എന്നത് ഒളിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അതുമാത്രമല്ല അദ്ദേഹം സജസ്റ്റും ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ഈ ഭൂമിയിൽ, അതായത് ഈ സ്ഥലത്ത് ഞങ്ങളുടെ എന്തെങ്കിലും ഉപകരിക്കുന്ന സാധനം, അവർക്കായിട്ട് ഉപകരിക്കുന്ന ഒന്നും ഈ സ്ഥലത്തില്ല എന്ന് അവരെ
തെറ്റിദ്ധരിപ്പിക്കണം, അതായത് അവരെ വിശ്വസിപ്പിക്കണം അവർക്ക് ഉപകരിക്കുന്നതായിട്ടുള്ള ഒന്നും ഈ ഭൂമിയിലില്ല. ജിസ്സെ ഉൻ യന്ത്രോं को यहाँ की कोई चीज़ अपने काम की न लगे. ആ രീതിയിൽ എന്തെങ്കിലും വ്യവസ്ഥ, എന്തെങ്കിലും ഒരു സൗകര്യം ഇവിടെ ചെയ്യണം അല്ലേ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ഇവിടെ ചെയ്യണം എന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. ऐसा होने से उन अनजान ग्रह के वासी अगली बार अधिक क्षमता वाले यान भेजने पर विचार नहीं करेंगे. അപ്പം അങ്ങനെയാണെങ്കിൽ അവർ, അതായത് അഞ്ചാൻ ഗ്രഹം, അറിയാത്ത ഏതോ ഗ്രഹത്തിൽ നിന്നല്ല ഇത് വന്നിരിക്കുന്നത്. അഞ്ചാൻ ഗ്രഹം, അറിയാത്ത ഏതോ ആ ഗ്രഹത്തിലുള്ള ആൾക്കാർ, അവിടെ ജീവിക്കുന്നവർ ഇനിയും കൂടുതൽ അതിക്ഷമത, ഇനിയും കഴിവുള്ള വേറെ സ്പേസ് ഷട്ടിൽസ് ഒന്നും ഇവിടെ അയക്കത്തില്ല അങ്ങനെയാണെങ്കിൽ. കാരണം ഇവിടെ ഒന്നും അവർക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇനി മുമ്പിൽ അവർ ശ്രമിക്കത്തില്ല, വീണ്ടും വീണ്ടും അയക്കാൻ ശ്രമിക്കത്തില്ല എന്നാണ് മൂന്നാമത്തെ ആൾ സജസ്റ്റ് ചെയ്തത്. വാർത്താലാപ് ശബ്ദ് വാർത്താ പ്ലസ് ആലാപ് കെ योग से बना है അല്ലേ. വാർത്താലാപ് എന്ന് പറഞ്ഞാൽ വാർത്ത, അതിൻ്റെ ആക്കി മാത്ര, പ്ലസ് ആലാപ്, അതിൻ്റെ ആ രണ്ടും കൂടെ കൂടിച്ചേർന്നിട്ടാണ് വാർത്താലാപ് വരുന്നത് അല്ലേ. യഹാ വാർത്താ കെ അന്ത് ക ആ और आलाप के आरंभ का आ मिलने से जो परिवर्तन हुआ, ആ ചേഞ്ചാണ് അതിനെന്താ പറയുന്നത്, സന്ധി അല്ലേ. കൂടിച്ചേർന്നിട്ട് വരുന്നതാണ് സന്ധി. नीचे लिखे कुछ शब्दों में किन शब्दों की संधि है. അപ്പോൾ ഏതൊക്കെ ശബ്ദങ്ങളാണ് കൂടിച്ചേർന്നിട്ട് ഇവിടെ ആ വേർഡ് വന്നിരിക്കുന്നത് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ शिष्टाचार, श्रद्धांजलि, दिनांक, उत्तरांचल, सूर्यास्त, अल्पाहार. അപ്പോൾ शिष्टाचार എന്നതിന് शिष्ट प्लस आचार, शिष्ट प्लस आचार. പിന്നെ ഉത്തരാഞ്ചൽ എന്നതിന് ഉത്തർ പ്ലസ് ആഞ്ചൽ. പിന്നെ ശ്രദ്ധാഞ്ജലി എന്ന് പറഞ്ഞാൽ ശ്രദ്ധ പ്ലസ് അഞ്ജലി. പിന്നെ സൂര്യാസ്ത്, സൂര്യ പ്ലസ് അസ്ത്, അത് രണ്ടും കൂടി ചേരുമ്പോൾ സൂര്യാസ്ത്. ദിനാങ്ക്, ദിൻ പ്ലസ് അങ്ക്, ദിനാങ്ക്. പിന്നെ അൽപാഹാർ, അൽപ് പ്ലസ് ആഹാർ, अल्पाहार. ओके. कार्ड उठाते ही दरवाज़ा बंद हुआ. यह बात हम इस तरीके से भी कह सकते हैं, जैसे ही कार्ड उठाया दरवाज़ा बंद हो गया. ध्यान दो कि दोनों वाक्यों में क्या अंतर है. ऐसे वाक्यों के 3 जोड़े तुम स्वयं सोचकर लिखो. അപ്പോൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്, ചോട്ടു എന്താ ചെയ്തത്, ആ കാർഡ് അല്ലേ അതിൽ ആ ഖാഞ്ചയിൽ ഇട്ടിട്ട് തിരിച്ച് അതിൻ്റെ ആ മറ്റേ സൈഡിൽ ആ ഖാഞ്ചയിലൂടെ കാർഡ് തിരിച്ചു വന്നു അല്ലേ. യഹ ബാത് ഹം ഇസ് തരീക്കെ സെ, അതായത് കാർഡ് ഉഠാത്തെ ഹി ദർവാസ ബന്ദ് ഹോ ഗയ, ഉഠാത്തെ ഹി ദർവാസ ബന്ദ് ഹോ ഗയ അല്ലേ, അപ്പം തന്നെ അത് അടഞ്ഞു. അതിന് പകരം ഇങ്ങനെയും പറയാം. എങ്ങനെ പറയാം, ജൈസെ ഹി കാർഡ് ഉഠായ दरवाज़ा बंद हो गया, जैसे ही कार्ड उठाया दरवाज़ा बंद हो गया. कार्ड उठाते ही दरवाज़ा बंद हो गया എന്നതിന് പകരം ജൈസെ ഹി കാർഡ് ഉഠായ ദർവാസ ബന്ദ് ഹോ ഗയ എന്ന് പറയാമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള 2 വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മേരെ ഓഫീസ് സെ നിക്കൽത്തെ ഹി ബാരിഷ് ശുരു ഹോ ഗയി. അതിന് പകരം എന്ത് എഴുതാം, ജൈസെ ഹി ഓഫീസ് സെ നിക്ല ബാരിഷ് ശുരു ഹോ ഗയി എന്ന് പറയാം. मेरे स्टेशन पर पहुंचते ही गाड़ी चल दी. जैसे ही मैं स्टेशन पर पहुंचा गाड़ी चल दी. और घंटी बजते ही बच्चे स्कूल से निकल पड़े. जैसे ही घंटी बजी बच्चे स्कूल से निकल पड़े. ओके. छोटू ने चारों तरफ नज़र दौड़ाई. छोटू ने चारों तरफ देखा. पर नज़र दौड़ाई, देखा. അപ്പോൾ ഈ ഊപ്പർയുക്ത വാക്യോं में समानता होते हुए भी अंतर है. രണ്ടിനും സമാനതയുണ്ട് അല്ലേ, സിമിലാരിറ്റി ഉണ്ട്, എങ്കിലും എന്തോ ഡിഫറൻസും ഉണ്ട്, വ്യത്യാസമുണ്ട്. മുഹാവരെ വാക്യോं को विशिष्ट अर्थ देते हैं. മുഹാവരെ പഴഞ്ചൊല്ല് അല്ലേ, പ്രോവേർബ്സ് ഒരു പ്രത്യേക അതിന് വിശിഷ്ട അർത്ഥം, ഒരു പ്രത്യേക അർത്ഥം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ऐसा ही मुहावरा पहली पंक्ति में दिखाई देता है. अदायद छोटू ने चारों तरफ नज़र दौड़ाई. അപ്പോൾ नीचे दिए गए वाक्यांशों में नज़र के साथ अलग अलग क्रियाओं का प्रयोग हुआ है. അപ്പോൾ नज़र എന്ന വേർഡിൻ്റെ കൂടെ കുറച്ച് ക്രിയകൾ അല്ലേ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് റഖ്ന, പഠന, ആന, ജാന അങ്ങനത്തെ जिनसे मुहावरे बने हैं. ओके. इनके प्रयोग से वाक्य बनाओ.
അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നസർ പഠന, നസർ ആന, നസർ റഖ്ന, നസറെ നീച്ചെ ഹോന. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് വാക്യത്തിൽ പ്രയോഗിക്കും. नज़र पड़ना, बहुत दिनों से अपने पुराने मित्र की तलाश में था, आज अचानक ही मेरी उस पर नज़र पड़ गई. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ മിത്രത്തെ, അതായത് എൻ്റെ കൂട്ടുകാരനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ അവനെ കാണുകയാണ് ചെയ്തത്, അതായത് കണ്ടുമുട്ടി. അത് നസർ പട് ഗയി. അപ്പം നസർ റഖ്ന ശ്രദ്ധിക്കുക അല്ലേ. थानेदार ने सिपाहियों को चोर की गतिविधियों पर नज़र रखने को कहा. സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിളിൻ്റെ അടുത്ത് കള്ളൻ്റെ എല്ലാ ആക്ടിവിറ്റീസ് എല്ലാം ശ്രദ്ധിക്കുക എന്ന അർത്ഥമാണ് നസർ റഖ്ന. നസർ ആന നേഹാക്കി ആങ്കോ സെ ആജ്കൽ കം നസർ ആത്ത. നേഹയ്ക്ക് ഇപ്പോൾ കാഴ്ച ശക്തി കുറയുകയാണ് എന്നർത്ഥത്തിലാണ് നസർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നസറെ നീച്ചി ഹോന, പുത്ര കി കാലി കർത്തൂത്ത് സെ മേരി നസറെ നീച്ചി ഹോഗി. അതായത് എന്താണ്, മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുക, ആ രീതിയിൽ ആ അർത്ഥമാണ് ഇവിടെ വരുന്നത്. നസറെ നീച്ചി ഹോന, പുത്രൻ്റെ അതായത് മകൻ്റെ കാലി കർത്തൂത്ത് എന്ന് പറഞ്ഞാൽ ഈവിൾ ഡീഡ് അല്ലേ, ശരിയായ ജോലിയല്ല ചെയ്യുന്നത് മകൻ. അപ്പോൾ അത് കാരണം ഇപ്പോൾ നാണം കെട്ടിരിക്കുകയാണ്. അത് നസറെ നീച്ചി ഹോ ഗയി ഹൈ എന്ന് പറയുന്നു. ഓക്കെ, नीचे एक ही शब्द के 2 रूप दिए गए हैं. അപ്പോൾ ഒരേ ശബ്ദത്തിൻ്റെ 2 രൂപങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒന്ന് നാമമാണെങ്കിൽ മറ്റേത് വിശേഷണമാണ്. അത് ഒന്ന് പേര്, അത് ഏക് സംജ്ഞ ഹൈ और दूसरा വിശേഷണം, അതിനെ വിശേഷിപ്പിക്കുന്നത്. വാക്യ ബനാക്കർ സമझो और बताओ कि इनमें से कौन से शब्द संज्ञा है और कौन से विशेषण है. അപ്പോൾ ഇത് വാക്യം ഉണ്ടാക്കിയിട്ട് മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആകർഷക്, പിന്നെ ആകർഷൻ, പ്രേരണ, പ്രേരക്, പ്രഭാവ്, പ്രഭാവശാലി, പ്രതിഭാശാലി, പ്രതിഭ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് അത് ഏതാണ് സംജ്ഞ ഏതാണ് വിശേഷൻ എന്നത് മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആകർഷൻ എന്നത് സംജ്ഞ, വിശേഷൻ എന്നത് ആകർഷക്. പിന്നെ സംജ്ഞ പ്രഭാവ്, വിശേഷൻ പ്രഭാവശാലി. പ്രേരണ എന്നത് സംജ്ഞയാണ്, പ്രേരക് എന്നത് വിശേഷണമാണ്. പ്രതിഭ എന്നത് സംജ്ഞയാണ്, വിശേഷൻ എന്നത് പ്രതിഭാശാലി. ആകർഷൻ, ताजमहल का आकर्षण मधुमुग्ध कर देता है. यहाँ ആകർഷൻ ഭാവവാചക് സംജ്ഞ. ഇവിടെ ഭാവവാചക് സംജ്ഞയാണ് ആകർഷൻ എന്നത് ഈ വാക്യത്തിൽ. താജ്മഹൽ കാ ആകർഷൺ, അതിൻ്റെ ആകർഷണം അല്ലേ, അപ്പോൾ അവിടെ സംജ്ഞയാണത്. ആകർഷക്, താജ്മഹൽ ബഹുത് ആകർഷക് ഹെ, അതൊരു വിശേഷണമാണ് താജ്മഹലിന് അല്ലേ. യഹാ ആകർഷക് വിശേഷൺ ഹെ. പ്രഭാവ്, ആയുഷ് കാ അപ്നെ ക്ഷേത്ര മേ പ്രഭാവ് ഹെ. ആയുഷിന് തൻ്റെ ഏരിയയിൽ പ്രഭാവമുണ്ട്. അതായത് യഹാ പ്രഭാവ് സംജ്ഞ ഹെ, അതായത് നാമമാണ്. പ്രഭാവശാലി എന്നത് വിശേഷൺ. നേഹ കാഫി പ്രഭാവശാലി ലഡ്കി ഹെ, അതൊരു വിശേഷണമാണ് നേഹയ്ക്കുള്ളത്. പിന്നെ പ്രേരക്, സ്വാമി വിവേകാനന്ദ് കാ വ്യക്തിത്വ പ്രേരക് ഹെ. യഹാ വിശേഷൺ ഹെ പ്രേരക്. പ്രേരക് എന്താണ്, അവിടെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രേരക് എന്ന വേർഡ് അല്ലേ. സ്വാമി വിവേകാനന്ദ് കാ വ്യക്തിത്വ प्रेरक है. प्रेरणा, हमें सुभाष चंद्र के जीवन से देशभक्ति की प्रेरणा लेनी चाहिए. प्रेरणा അവിടെ സംജ്ഞയാണ്. പ്രതിഭാശാലി, അതൊരു വിശേഷണമാണ് അല്ലേ. ഡോക്ടർ ജഗദീഷ് ചന്ദ്ര ബോസ് एक പ്രതിഭാശാലി വ്യക്തി थे. അപ്പോൾ പ്രതിഭാശാലി എന്ന വേർഡ് ജഗദീഷ് ചന്ദ്ര ബോസിന് ഒരു വിശേഷണമാണ് അല്ലേ, വിശേഷിപ്പിക്കുകയാണ്. അപ്പോൾ വിശേഷനാണ്. പ്രതിഭ, प्रत्येक बच्चे कोई न कोई प्रतिभा, प्रत्येक बच्चे में कोई न कोई പ്രതിഭ छिपी रहती है. അതായത് പ്രതിഭ എന്നത് അവിടെ നാമമാണ്, സംജ്ഞ. പ്രതിഭ എന്നത് സംജ്ഞയാണ്. ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇതേ ചാപ്റ്ററിൻ്റെ ഹിന്ദിയിലുള്ള റീഡിംഗ്, ശബ്ദാർത്ഥ്, പിന്നെ സാരാംശ് അടങ്ങിയ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ആദ്യം ഹിന്ദിയിലുള്ള വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാറ് ഞാൻ. അപ്പോൾ അതിനുശേഷം അത് കണ്ടതിന് ശേഷം അത് വായിച്ചതിന് ശേഷം നിങ്ങൾ മലയാളം എക്സ്പ്ലനേഷൻ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ ഉപകരിക്കും. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്